എൻ്റെ പേര് അനഘ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്സാമിന് നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് എക്സാം ഹോളിലൊക്കെ നമുക്ക് കൺഫ്യൂഷൻ തോന്നുന്ന ഒരു ഭാഗമാണ് കോറം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോറം അല്ലെങ്കിൽ മെജോറിറ്റി എന്ന് പറയുന്നത്. സ്ഥിരം ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. ജനറൽ ബോഡിക്ക് എത്ര കോറം വേണം, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ നോൺ കോൺഫിഡൻസ് മോഷന് മെജോറിറ്റി എത്ര പേര് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാം ഹോളിൽ വരുമ്പോൾ 2/3 ആണോ 3/4 ആണോ ഹാഫ് ആണോ എന്നുള്ള സംശയങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട് ഇല്ലേ. അപ്പോൾ അതിന് ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എല്ലാം കൂടിയിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നും പറക്കി പഠിക്കാണ്ട് എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് നോട്ടിൽ എഴുതി വെച്ച് എക്സാമിന് ആ ഒരു കയറിന് തൊട്ട് മുന്നേ വായിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു പോർഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, കോറം. അപ്പൊ എന്താണ് കോറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം, അതായത് ഒരു മീറ്റിംഗിൽ ആ ഒരു മീറ്റിംഗ് നടക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ മീറ്റിംഗിൽ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നമുക്ക് നടപ്പിലാക്കാൻ പറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിതമായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ആ ഒരു എണ്ണത്തിന് അല്ലെങ്കിൽ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ഫോർ ദ മീറ്റിംഗ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോറം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കോറം നമുക്ക് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ കാര്യത്തിലാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റത്തെയാണ് മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗ്. അതായത് നമ്മളൊരു മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയാണെങ്കിൽ എത്ര പേരുണ്ടെങ്കിൽ ആണ് ആ ഒരു മീറ്റിംഗിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ആ മീറ്റിങ്ങിനെ നമുക്ക് അംഗീകരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പേര് വേണം, ജസ്റ്റ് എബവ് 50% വേണം. അതായത് ടോട്ടൽ മെമ്പേഴ്സിന്റെ 50% മുകളിലെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ കോറമായി എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. സ്ഥിരം നമ്മുടെ CSEB-ക്കും PSC-ക്കും ഒരേപോലെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. മാനേജിംഗ് കമ്മിറ്റിയുടെ കോറത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് മക്കളെ? സെക്ഷൻ 28 സബ്സെക്ഷൻ 5. എവിടെയാണ്? സെക്ഷൻ 28 സബ്സെക്ഷൻ 5 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് പഠിക്കണതിന്റെ കൂട്ടത്തിൽ അതിന്റെ സെക്ഷനും കൂടി പഠിച്ചു പോവാണ് നമ്മൾ. കോറം എത്രയാണെന്നും പഠിക്കുന്നു, അതുപോലെ തന്നെ സെക്ഷനും നമ്മളിവിടെ പഠിക്കുകയാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതാണ് ബൈലോ അമെൻമെന്റ്. ബൈലോ അമെൻമെന്റ് നമ്മൾ സെക്ഷൻ 12 അതുപോലെ തന്നെ റൂൾ 9 ഡിസ്കസ് ചെയ്യുന്നതാണ്. ബൈലോ അമെൻമെന്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലേ? നമ്മുടെ ബൈലോസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിലും പുതുതായിട്ട് ആഡ് ചെയ്യേണ്ട കാര്യങ്ങൾക്കും ഒക്കെ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, ബൈലോസ് അമെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ബൈലോ അമെൻമെന്റിന് വേണ്ട കോറം എന്ന് പറയുന്നത് 2/3 ആണ്. അതായത് 2/3 പേര് ഈ ഒരു കാര്യം സപ്പോർട്ട് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഇത്രയും മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ബൈലോ അമെൻമെന്റ് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. അടുത്തതാണ് എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് സെക്ഷൻ 17 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെക്ഷൻ 17 5 പോയിന്റ്സും, അതായത് ഒരു മെമ്പർ എക്സ്പെൽ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഷെയർസിനെ എന്ത് ചെയ്യും എന്നുള്ളത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. എന്താ ഷെയർസിനെ ചെയ്യുന്നത്? ഫോർഫീറ്റ് ചെയ്ത് കളയും, അതായത് കണ്ടുകെട്ട് കളയും അല്ലേ. അങ്ങനെ കണ്ടുകെട്ടി കളയുന്ന ആ ഷെയർസിന് അയാളെ കണ്ടുകെട്ടുന്നതിന് മുൻപേ നമ്മൾ പറയുന്നതാണ് എന്താണ്, അയാൾക്ക് പറയാനുള്ളത് കേട്ടതിന് ശേഷം മാത്രമേ നമുക്ക് അയാളെ പുറത്താക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ അയാൾക്കെതിരെ വന്നിട്ടുള്ള ആരോപണത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ അയാളെ പുറത്താക്കണം എന്നുള്ള തീരുമാനം എടുക്കുമ്പോഴും എത്ര പേര് അവിടെ സപ്പോർട്ട് ചെയ്യണം? അവിടെയും വരുന്നത് എത്രയാണ്? 2/3 ആണ്. ബൈലോ അമെൻമെന്റിനും 2/3 ആണ്, എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സിനും 2/3 ആണ്. ഇനി അടുത്തത് ചേഞ്ച് ഓഫ് ലയബിലിറ്റി. അതായത് അൺലിമിറ്റഡ് ലയബിലിറ്റി ഉള്ള സൊസൈറ്റിനെ നമുക്ക് ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റി ആയിട്ട് ലയബിലിറ്റിയിൽ ചേഞ്ച് വരുത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ്? സെക്ഷൻ 11 റൂൾ 12 ആയിട്ട് പറയുന്ന ചേഞ്ച് ഓഫ് ലയബിലിറ്റി ആണ്. ചേഞ്ച് ഓഫ് ലയബിലിറ്റിക്കും എത്ര പേര് സപ്പോർട്ട് ചെയ്യണം? 2/3. അതായത് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ 2/3 ആൾക്കാർ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ? ലയബിലിറ്റി ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി പുതിയതായിട്ട് വന്നതാണ് ഏതായിരുന്നു? അമാൽഗമേഷൻ, ഡിവിഷൻ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി നമുക്കറിയാം. അതിന്റെ കൂടെ വന്ന സാധനമാണ് മെർജർ അല്ലേ? പുതിയ അമെൻമെന്റിൽ വന്നതായിരുന്നു. അപ്പോൾ അമാൽഗമേഷൻ ആയിക്കോട്ടെ, മെർജർ ആയിക്കോട്ടെ, ഡിവിഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയിക്കോട്ടെ, സെക്ഷൻ 14 പറയുന്ന ഈ എല്ലാ കാര്യങ്ങൾക്കും മെജോറിറ്റി എത്ര മതി? സിമ്പിൾ മെജോറിറ്റി മതി. കൃത്യമായിട്ടുള്ള ഒരു എണ്ണമല്ല പറയുന്നത്, ഒരു സിമ്പിൾ മെജോറിറ്റി മതി. അപ്പോൾ ഈ 5 എണ്ണം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് അടുത്ത 5 എണ്ണം കൂടി പഠിക്കാം, നോക്കാം. അമാൽഗമേഷൻ ഓഫ് DCB ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അതായത് DCB ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് സെക്ഷൻ 14A നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനും എന്ത് മതി? സിമ്പിൾ മെജോറിറ്റി മതി. ഓക്കെ, അപ്പൊ ഈ സിമ്പിൾ മെജോറിറ്റി പഠിക്കണം, മെജോറിറ്റി ഓഫ് മെമ്പേഴ്സ് പഠിക്കണം, അതുപോലെ തന്നെ 2/3 3/4 ഒക്കെ മാറ്റി പഠിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറുക്ക് വഴിയായിട്ടാണ് ഇത് ഒറ്റൊരു നോട്ടിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അടുത്തത് പാർട്ട്ണർഷിപ്പ് ആണ്. പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യേണ്ട? സെക്ഷൻ 14B ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് മെജോറിറ്റി എങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ അവിടെ വേണ്ട കോറം എന്താണ്? മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് എന്ത് ചെയ്യാം? പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടാനായിട്ട് പറ്റും. അതാണ് പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ്. ഇനി അടുത്തതാണ് സ്പെഷ്യൽ ജനറൽ ബോഡി. സെക്ഷൻ 30 റൂൾ 36 നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്പെഷ്യൽ ജനറൽ ബോഡി. ഒന്നില്ലെങ്കിൽ രജിസ്ട്രാറിന്റെ
രജിസ്ട്രാറിന്റെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ രജിസ്ട്രാർ റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരു മാസത്തിനുള്ളിലോ അല്ലെങ്കിൽ 1/5 ഓഫ് ദ മെമ്പേഴ്സ് ആവശ്യപ്പെട്ടാലോ നമുക്ക് എന്ത് കൂടാനായിട്ട് പറ്റും? സ്പെഷ്യൽ ജനറൽ ബോഡി കൂടാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ അടുത്തതാണ് ലാസ്റ്റ് ജനറൽ ബോഡി. എന്താണ് ലാസ്റ്റ് ജനറൽ ബോഡി? ലാസ്റ്റ് ജനറൽ ബോഡിക്ക് എന്ത് വേണ്ട? ലാസ്റ്റ് ജനറൽ ബോഡി വിളിച്ചു കൂട്ടുന്നത് ആരായിരിക്കും? ലിക്വിഡേറ്റർ ആയിരിക്കും. ആദ്യത്തെ ജനറൽ ബോഡി വിളിച്ചു കൂട്ടുന്നത് ആരായിരിക്കും? പ്രൊമോട്ടേഴ്സ് ആയിരിക്കും വിളിച്ചു കൂട്ടുന്നത്, അല്ലെങ്കിൽ ചീഫ് പ്രൊമോട്ടർ ആണ് വിളിച്ചു കൂട്ടുക. ലാസ്റ്റ് ജനറൽ ബോഡി വിളിച്ചു കൂട്ടുക ആരാണ്? ലിക്വിഡേറ്റർ ആണ് വിളിച്ചു കൂട്ടുക. ആ ജനറൽ ബോഡിക്ക് എന്തിന്റെ ആവശ്യമില്ല? കോറത്തിന്റെ ആവശ്യമില്ല. അത് പറയുന്നതാണ് റൂൾ 69 സബ്സെക്ഷൻ 9. അതുപോലെ തന്നെ രജിസ്ട്രാർ വിളിച്ചു കൂട്ടുന്ന ഒരു ജനറൽ ബോഡിക്കും അല്ലെങ്കിൽ രജിസ്ട്രാർ വിളിച്ചു കൂട്ടുന്ന ഏതൊരു മീറ്റിംഗിനും എന്തിന്റെ ആവശ്യമില്ല? കോറത്തിന്റെ ആവശ്യമില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ സ്പെഷ്യൽ ജനറൽ ബോഡിക്ക് 1/5 ഓഫ് ദ മെമ്പേഴ്സ് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് വിളിച്ചു കൂട്ടാനായിട്ട് പറ്റുള്ളൂ? സ്പെഷ്യൽ ജനറൽ ബോഡി. നമുക്ക് എത്ര തരം ജനറൽ ബോഡി ഉണ്ടെന്ന് അറിയോ? 5 ജനറൽ ബോഡി ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ആ ജനറൽ ബോഡീസ് ഏതൊക്കെയാണെന്നും നിങ്ങൾ എഴുതി വെക്കുക. അതിന്റെ സെക്ഷനും റൂളും കൂടി എഴുതി വെച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ ആണല്ലോ. ഇങ്ങനെ അതായത് ലോ പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ അവിടെ ഇവിടെ ആയിട്ടായിരിക്കും കുറേ കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അതിനെല്ലാത്തിനും ഒരുമിച്ച് സെക്ഷൻ ആയിക്കോട്ടെ, റൂൾ ആയിക്കോട്ടെ, എത്ര കോറം വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ആരൊക്കെയാണ് ഓഫീസേഴ്സ്, ഡെസിഗ്നേഷൻ എന്താണ് അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു നോട്ടിൽ എഴുതി പ്രിപ്പയർ ചെയ്യുക. ആ നോട്ട്സ് ആയിരിക്കും നമുക്ക് എപ്പോഴും ഉപകാരം ഉണ്ടായിരിക്കുക. ഓക്കെ ആണോ? നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് ജനറൽ ബോഡി. ലാസ്റ്റ് ജനറൽ ബോഡിനെ കുറിച്ച് നമ്മൾ എവിടെയാണ്? റൂൾ 69 സബ്സെക്ഷൻ 9. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കാരണം എവിടെയാണ് പറയുന്നത് ലാസ്റ്റ് ജനറൽ ബോഡിക്ക് കോറം വേണ്ട എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂൾ 69 സബ്സെക്ഷൻ 9 പറയുന്നത്. അതുപോലെ തന്നെയാണ് മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗിന് ജസ്റ്റ് അബവ് 50% ആണ് എന്ന് പറയുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും സെക്ഷൻ 28 സബ്സെക്ഷൻ 5 പറയുന്നത്. അത് രണ്ടും ഇമ്പോർട്ടൻ്റ്. സബ്സെക്ഷൻ അടക്കം നമുക്ക് പല ആവർത്തി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതാണ് SCUവിന്റെ ജനറൽ ബോഡി മീറ്റിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ SCUവിന് എന്തുണ്ട് മക്കളെ? ജനറൽ ബോഡി ഉണ്ട്, മാനേജിംഗ് കമ്മിറ്റി ഉണ്ട്. CCUവിന് എന്താണുള്ളത്? ജനറൽ ബോഡി ഉണ്ടോ, മാനേജിംഗ് കമ്മിറ്റി ഉണ്ടോ, എന്താണുള്ളത്? ഉള്ളത് ഏതാണെന്നുള്ളതൊന്നും കമന്റ് ചെയ്യണേ. അപ്പോൾ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് SCUവിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ 20 അല്ലെങ്കിൽ 1/4 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ കോറമായി എന്ന് പറയാൻ പറ്റുള്ളൂ. പറയുന്നത് റൂൾ 164 പറയുന്നത്. ഓക്കെ ആണല്ലോ. ഞാൻ ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസേഴ്സ് ഞാൻ ഇവിടെ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് മാനേജിംഗ് കമ്മിറ്റി. അപ്പോൾ ജനറൽ ബോഡിയുടെ കേസിലാണ് നമ്മൾ എന്ത് പറയുന്നത്? 20 or 1/4. ഇനി SCUവിന്റെ മാനേജിംഗ് കമ്മിറ്റിയുടെ കേസിലാണ് പറയുന്നത് എത്രയാണ്? അവിടെ വേണ്ട കോറമാണ് 12. നമ്പർ ഓഫ് മെമ്പേഴ്സ് അല്ല പറയുന്നത്, കോറമാണ് 12 എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് പറയുന്നത് നോക്കിയേ? റൂൾ 165 പറയുന്നത്. ഇവിടുത്തെ റൂൾസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും അല്ലെ? കുറച്ചധികം ഉണ്ട്. SCUവിന്റെയും CCUവിന്റെയും റൂൾസ് പഠിക്കാനും അവരുടെ ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇത് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നോട്ട് എടുക്കുക, ഇപ്പം തന്നെ എഴുതിയെടുക്കുക, ഇപ്പം തന്നെ പഠിക്കാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതാണ് മാനേജിംഗ് കമ്മിറ്റി ഓഫ് CCU. ഞാൻ പറഞ്ഞു CCUവിന് എന്താ ഉള്ളത്? ജനറൽ ബോഡി ഉണ്ടോ അവർക്ക്? ഇല്ല. അവർക്കുള്ളത് എന്താണ്? മാനേജിംഗ് കമ്മിറ്റി ആണുള്ളത്. അപ്പോൾ മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 8. ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. SCUവിന്റെ മാനേജിംഗ് കമ്മിറ്റിയും ചോദിച്ചിട്ടുണ്ട്, ജനറൽ ബോഡിയുടെ കോറവും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ CCUവിന്റെ ജനറൽ ബോഡി ചോദിച്ചു കഴിഞ്ഞാൽ എന്തില്ല അവർക്ക്? ജനറൽ ബോഡി ഇല്ല. CCUവിന് എന്തില്ല? ജനറൽ ബോഡി ഇല്ലാത്ത സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലേ? അപ്പോൾ മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം എത്രയാണ്? 8. ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൂൾ 142. എവിടെയാണ്? റൂൾ 142. SCUവിന്റെ എവിടെയായിരുന്നു? 165. CCUവിന്റെ പറയുന്നത് 142. ഇനി വൈൻഡിങ് അപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ നമ്മൾ പറഞ്ഞു അവിടെ കോറം വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത് റൂൾ 69 സബ്സെക്ഷൻ 9. വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം റീസൺസ് പറയുന്നുണ്ട്. ആ റീസൺസിൽ ഒരു റീസൺ ആണ് എത്ര പേര് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് വൈൻഡിങ് അപ്പിന് നമുക്ക് ഉത്തരവിടാനായിട്ട് പറ്റുക എന്നുള്ളത് രജിസ്ട്രാർക്ക്. അങ്ങനെ രജിസ്ട്രാർക്ക് ഉത്തരവിടാൻ പറ്റുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് 3/4 എന്ന് പറയുന്നത്. ഓക്കെ, 4/3 പേരും അത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തിനുള്ള ഉത്തരവിടാനായിട്ട് പറ്റും? ആ ഒരു സൊസൈറ്റി വൈൻഡിങ് അപ്പിലേക്ക് പോവാം എന്നുള്ള ഉത്തരവ് അദ്ദേഹത്തിന് ഇടാനായിട്ട് പറ്റും. അത് പറയുന്നത് സെക്ഷൻ 71 പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ വൈൻഡിങ് അപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് എത്ര പേര് സപ്പോർട്ട് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3/4 ആണ് സെക്ഷൻ 71 പറയുന്നത്. ഇനി അടുത്തതാണ് ഒരു സൊസൈറ്റിയിലെ പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിനെയോ റിമൂവ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ ആ സ്ഥാനത്തിൽ നിന്ന്
നീക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടതാണ് നോൺ കോൺഫിഡൻസ് മോഷൻ പുറപ്പെടുവിക്കുക എന്നുള്ളത്, അതായത് അവിശ്വാസ പ്രമേയം പാസ്സാക്കുക എന്നുള്ളത്. അങ്ങനെ ആ പാസ്സാക്കുമ്പോൾ എത്ര പേര് അതിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് അടുത്തത്. എത്ര പേരാണ്? 50% അല്ലെങ്കിൽ 1/2, അതായത് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ പകുതി പേര് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അവിടുത്തെ പ്രസിഡന്റിനെയോ വൈസ് പ്രസിഡന്റിനെയും നമുക്ക് എന്താക്കാൻ പറ്റുക? പുറത്താക്കാനായിട്ട് പറ്റുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു 14 എണ്ണവും നിങ്ങൾ പഠിച്ചില്ലേ? ഇതുപോലെ നമുക്ക് എല്ലാം സിംപ്ലിഫൈഡ് ആയിട്ട് നമുക്ക് എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ക്ലാസ്സസ് ഏതെടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ ആ ക്ലാസ്സസിൽ ഒരു 85%ഓളം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും. നമ്മൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 ക്വസ്റ്റ്യനും നിങ്ങളൊന്ന് ആൻസർ ചെയ്യണേ. നോക്കി, ദ കോറം ഫോർ ദ മാനേജിംഗ് കമ്മിറ്റി ഷാൽ ബി. മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം 28 സബ്സെക്ഷൻ 5 പറഞ്ഞു. അപ്പോൾ ഇതിന്റെ ആൻസർ ഒന്നും താഴെ കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത് നോക്കിയത് കോറം റിക്വയർഡ് ഫോർ ദ ജനറൽ ബോഡി കൺവീൻഡ് ബൈ ദ രജിസ്ട്രാർ. രജിസ്ട്രാർ കൺവീൻ ചെയ്യുന്ന ജനറൽ ബോഡിക്ക് വേണ്ട കോറം എത്രയാണെന്നുള്ളതും കൂടി നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? താഴെ ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നമ്മുടെ കോഴ്സിന് വേണ്ടിയിട്ട് കോഴ്സ് ആയിക്കോട്ടെ, ബാക്കിയുള്ള എന്ത് കാര്യത്തിനായാലും എക്സാമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം, 7736122215. ഓക്കെ, നമ്മുടെ സ്പെഷ്യൽ ബാച്ചസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത്, അതായത് നിങ്ങളെ പേഴ്സണലി എങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യണോ അതിനുള്ള എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നോക്കി, നമുക്ക് എന്തൊക്കെ അതായത് സ്റ്റഡി നോട്ട്സ് ഉണ്ട്, ലൈവ് നോട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ വാട്സപ്പ് സപ്പോർട്ട് ഉണ്ട് 24/7. നമുക്ക് ഏത് നേരത്ത് വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള മെന്റേഴ്സ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഉണ്ട്, അതുപോലെ തന്നെ മോട്ടിവേഷണൽ സെക്ഷൻസും ഒക്കെ ആയിട്ട് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ വേണ്ടവരെ വേഗം പർച്ചേസ് ചെയ്യുക. നമ്മുടെ ഈ ഓഫേഴ്സൊക്കെ നമുക്ക് നിലവിൽ ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ പഠിച്ചിട്ട് വേഗം ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ജോലി സ്വന്തമാക്കുക. ഓക്കെ, ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.